അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളുള്ളത് അലൈനിൽ മാർക്കറ്റിൻ്റെ ബാക്കിലായിട്ട് 2 മില്ലുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാറില്ലേ? നമ്മൾ നാട്ടിൽ അരിയും മുളകും മല്ലിയും എല്ലാം പൊടിപ്പിക്കുന്ന പോലെ അലൈനിലും ഒരു മില്ലല്ല 2-3 മില്ലുകളുണ്ടായിരിക്കും. ഇവിടെ 2 മില്ലുകളാണ് ഉള്ളത്. അവിടെ നിന്നാണ്ട് ഇഷ്ടത്തിന് സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെയല്ലേ പൊടിപ്പിച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ അലൈനിൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് സാധനം തീർന്നു പോവുകയാണെങ്കിലോ നമ്മുടെ കയ്യിൽ സാധനം ഇല്ലെങ്കിലോ ഒക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ വാങ്ങിക്കാൻ പറ്റിയത്. അരിയും എല്ലാ സാധനവും സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു കടയാണിത്. കണ്ടില്ലേ, എല്ലാം സ്റ്റോറാക്കി വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഈ അരി പൊടിപ്പിക്കുന്ന മില്ലും കൂടെയാണിത്. മുളക് പൊടി മല്ലിപ്പൊടി ഭയങ്കര ചീപ്പായിട്ടുമാണ്. നമ്മൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും മറ്റ് അറബികളും വിദേശികളായിട്ടുള്ള ആൾക്കാരും എല്ലാം ഇവിടെ നിന്നാണ് സാധനം എടുക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഭയങ്കര തിരക്കാണ് അവിടെ. റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഇവിടെ നിന്നാണ് സാധനം എടുക്കാറ് സാധാരണ. എല്ലാ സാധനങ്ങളും ചെറിയ ഒരു കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടാറുണ്ട്. നമ്മൾക്ക് ഹ്യൂജ് എമൗണ്ട് എടുക്കണമെങ്കിൽ അതുപോലെ എടുക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കടയാണിത്. എല്ലാവരും ഓർക്കും ഇത് കടയുടെ പരസ്യമാണെന്നല്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കിട്ടും, അതുപോലെ ഇവിടെയും ഷോപ്പുകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ കണ്ടില്ലേ, എല്ലാം ചെറിയ ചെറിയ സ്റ്റോറാക്കി അതിൽ സൂക്ഷിച്ചേക്കുകയാണ്. പിന്നെ ഈ കാപ്പി ഈ അരിപ്പൊടിയൊക്കെ ഇവിടെ പൊടിപ്പിക്കുന്ന പൊടികൾ തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അവർ നല്ല പൊടികളാണ്. നമ്മൾക്ക് ഒരു സംശയവും വേണ്ട, ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പൊടികൾ നല്ലതായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന പൊടികളൊക്കെയാണ്. പിന്നെ അരിയും സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കാപ്പി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഈ മില്ലിൽ തന്നെ പൊടിപ്പിക്കുമല്ലോ. അപ്പം അത് അത്രയും ഫ്രഷും കൂടാണ്. പിന്നെ ചെറിയ ഒരു റൂമിലാണ് ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് അവരുടെ ഈ മില്ലിൻ്റെ മെഷീനും ഇരിപ്പുണ്ട്. ഇവിടെ അവർ പൊടിച്ച് ഫ്രഷായിട്ട് തന്നെ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. ഈ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ പൊടിപ്പിച്ചെടുക്കുന്ന കാരണം തന്നെ സാധനങ്ങൾക്ക് അത്രയും ഗുണമുണ്ട്. പിന്നെ ഇത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.